മരണത്തിൻ്റെ സൗന്ദര്യം കെ.പി. അപ്പൻ. സ്വയം കുത്തിമുറിവേൽപ്പിക്കുന്ന ചേതനയായിരുന്നു ഇടപ്പള്ളിയുടേത്. മുറിവിൽ നിന്നും രക്തം സ്രവിച്ചപ്പോൾ ഇടപ്പള്ളി കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിരവധി വീണക്കമ്പികൾ ഉണ്ടായിരുന്നതുകൊണ്ട് കരച്ചിൽ കവിതയായി മാറി. ജീവിത ദുഃഖത്തിൻ്റെ കരയിൽ ഒറ്റയ്ക്ക് കുടിലം കെട്ടി പാർത്ത ഈ മനുഷ്യനായിരുന്നു മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ കാൽപ്പനികവാദിയായ അന്യൻ, അഥവാ റൊമാൻറ്റിക് ഔട്ട്സൈഡർ. സ്വതന്ത്രനായി ജനിക്കുന്നുവെങ്കിലും മനുഷ്യൻ എന്നും ദുഃഖത്തിൻ്റെ ചങ്ങലകളിലാണെന്ന് ഇടപ്പള്ളി വിശ്വസിച്ചു. ദുഃഖത്തിൻ്റെ ഈ ചങ്ങലയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപാധി എന്ന നിലയിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇടപ്പള്ളിയുടെ സ്വകാര്യ വ്യക്തിത്വത്തിൻ്റെ ജീവശ്വാസം മരണത്തോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാഭാവികമായ ആഭിമുഖ്യമായിരുന്നു. മരണത്തിൻ്റെ നേരെയുള്ള സ്വാഭാവികമായ ഈ ആഭിമുഖ്യം സൃഷ്ടിയിലൂടെ ശക്തിയെ സൂചിപ്പിക്കുകയും അതിനെ സൃഷ്ടിയുടെ രംഗത്തു മാത്രം ഒതുക്കി നിർത്താതെ ജീവിതത്തിലേക്ക് കൂടി പകർത്തി കാണിക്കുകയും ചെയ്ത ഒരു എഴുത്തുകാരനായിരുന്നു ഇടപ്പള്ളി. മരണത്തോടുള്ള സ്വാഭാവികമായ ആഭിമുഖ്യമായിരുന്നു പ്രസിദ്ധ നോവലിസ്റ്റായ മിസ് രാജലക്ഷ്മിയെ സ്വയം നശിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ഒരു സ്ത്രീയുടെ ദൗർബല്യവും പ്രതിഭയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കണം ആ എഴുത്തുകാരിയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. ഇടപ്പള്ളി നേരെ മറിച്ചായിരുന്നു. അദ്ദേഹം അടിസ്ഥാനപരമായും വൃത്തിബോധത്തിൻ്റെ കവിയായിരുന്നു. ജീവിതം എന്ന അന്യരാജ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാൽപ്പനികവാദിയായ ഒരന്യൻ്റെ അഭിലാഷം സ്വയം വളർന്ന് ആത്മഹത്യയിൽ കലാശിക്കുകയാണ് ചെയ്തത്. സ്വപ്നജീവിയായ ഒരാൾക്കുണ്ടാവുന്ന അയാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ബോധമാണ് കാൽപ്പനികവാദിയായ അന്യനെ സൃഷ്ടിക്കുന്നത്. ഈ ബോധം സ്വന്തം ദേശം ഇതല്ലെന്ന് ചിന്തിക്കുവാൻ അയാളെ പ്രേരിപ്പിക്കുന്നതോടെ മറ്റു ലോകങ്ങളെപ്പറ്റി അയാൾ സ്വപ്നം കാണാൻ തുടങ്ങുന്നു. ഇങ്ങനെ തൻ്റെ അഭിലാഷങ്ങൾക്കു സാഫല്യം നൽകാൻ കൂട്ടാക്കാത്ത ചുറ്റുപാടുകളെക്കുറിച്ച് സ്വയം പരാതിപ്പെടുകയും മനുഷ്യാത്മാവിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയല്ല ഈ ലോകം സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് സദാ ഭയപ്പെടുകയും ചെയ്യുന്നത് കാൽപ്പനികവാദിയായ അന്യൻ്റെ സ്വഭാവമാണെന്ന് ആധുനിക മനുഷ്യൻ്റെ അന്യതാബോധത്തെക്കുറിച്ച് ശ്രദ്ധേയമായൊരു പഠനം നടത്തിയ കോളിൻ വിൽസൺ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മനുഷ്യാത്മാവിൻ്റെ ആശകൾ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയല്ല ഈ ലോകം സൃഷ്ടിച്ചതെന്ന ഭയമായിരിക്കണം ഈ ശത്രുലോകത്തിൽ നിന്നും ഒളിച്ചോടാൻ ഇടപ്പള്ളിയെ പ്രേരിപ്പിച്ചത്. ആത്മഹത്യ അതിനൊരു വഴി മാത്രമായിരുന്നു. ദിവസവും അഭിലാഷഭംഗം മാത്രം കണ്ട് അസ്വസ്ഥനായ ഇടപ്പള്ളി മരണം വരെ ഇങ്ങനെ ജീവിക്കേണ്ടി വരുമെന്ന് ഭയപ്പെട്ടു. മരണം ഇനിയും അകലെയാണെന്ന അക്ഷമ നിത്യരോദനത്തിൻ്റെ അവസാനം ഭംഗിയായി സൂചിപ്പിച്ച ഈ കവി ആത്മഹത്യയിലൂടെ മരണവും ജീവിതവും തമ്മിലുള്ള അകലം ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ചുറ്റുപാടുകൾ മാത്രമല്ല, കാലമെന്ന സംഹാരശക്തിയും മനുഷ്യജീവിതത്തെ നശിപ്പിക്കുന്നുവെന്ന് ഇടപ്പള്ളിയിലെ കാൽപ്പനികവാദിയായ അന്യൻ കണ്ടെത്തിയിരുന്നു. അദ്ദേഹത്തിനു മുമ്പിൽ മറ്റൊരു മലയാള കവിയും ഇത്രമേൽ ഭീതിയോടെ കാലത്തെ ഒരു സംഹരിക്കുന്ന ശക്തിയായി സങ്കല്പിച്ചിട്ടില്ല. കാലം എന്ന പേരിൽ ഇടപ്പള്ളി രചിച്ച ഒരു കവിതയിൽ കാലത്തെ സമുദ്രമായി സങ്കല്പിക്കുന്നുണ്ട്. കാലമെന്ന സമുദ്രത്തിലെ തിരമാലകളാണ് സംവത്സരങ്ങൾ. അവ മനുഷ്യജീവിതം എന്ന തീരങ്ങളെ നിരന്തരമായി തട്ടിത്തകർത്തുകൊണ്ടിരിക്കുന്നു എന്ന ഭീതി പൂണ്ട സ്വരത്തിൽ ഇടപ്പള്ളി പാടുന്നു. ആശ എന്ന കവിതയിൽ സകല ആശകളെയും വിഴുങ്ങുകയാണ് കാലമെന്ന കാളസർപ്പം ചെയ്യുന്നതെന്ന് വീണ്ടും ഗാനം ചെയ്യുന്നുണ്ട്. കാലമെന്ന ഭീകരവും അദൃശ്യവുമായ ശക്തിയുടെ സംഹാരഭാവം മനസ്സിലാക്കിയ ഇടപ്പള്ളിയിലെ കാൽപ്പനികവാദിയായ അന്യൻ ഈ നീരാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൂടിയായിരിക്കണം സ്വയം നശിപ്പിച്ചത്. ഈ രീതിയിൽ ഇടപ്പള്ളിയുടെ ആത്മഹത്യ തത്വചിന്താപരമായ ഒരു പരിവേഷം നേടി എടുക്കുന്നുണ്ട്. സാമൂഹ്യ ജീവിതത്തിൻ്റെ വർദ്ധിച്ചുവരുന്ന സങ്കീർണതയിൽ നിന്ന് കാൽപ്പനികവാദിയായ ഒരു സ്വപ്നജീവി അറിയാതെ തന്നെ ഭ്രഷ്ടനാകും. എന്നിട്ട് അയാൾ തന്നെ ഒരു നാടുകടത്തപ്പെട്ടവനായി, പ്രക്ഷോഭകാരിയായി, പ്രവാചകനായി സങ്കല്പിക്കും. ഇതിലേതെങ്കിലും ഒരു സ്വഭാവം എപ്പോഴെങ്കിലും കാൽപ്പനികവാദിയായ ഒരു കവി കൈക്കൊള്ളുമെന്ന് പ്രീസ്ലി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ പോലും ഏകാന്തതയുടെ തീവ്രവേദന അനുഭവിച്ച ഇടപ്പള്ളി പൂർണ്ണമായും ഒരു നാടുകടത്തപ്പെട്ടവനായിരുന്നു. കാൽപ്പനികതയുടെ ആദ്യ നക്ഷത്രമായ റൂസോ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ്. കൂടപ്പിറപ്പുകളില്ല, മിത്രങ്ങളില്ല, അയൽക്കാരില്ല, സമൂഹമില്ല. സ്വന്തം രചനയിലൂടെ ഇടപ്പള്ളിയും അതുതന്നെയാണ് വിളിച്ചു പറഞ്ഞത്. തനിക്കെതിരായി നിരന്തരമായി ഗൂഢാലോചനകൾ നടത്തുന്ന, തൻ്റെ അഭിലാഷങ്ങളെ കശക്കി ദൂരത്തെറിയുന്ന ശത്രുവായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോകം. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിൻ്റെ അബോധ മനസ്സ് കൊതിച്ചു. കാൽപ്പനിക കവിത അബോധ മനസ്സിനെ ആശ്രയിച്ചൊഴുകുന്ന ഒന്നാകയാൽ
മരണത്തെ ഈ ശത്രുലോകത്തു നിന്ന് രക്ഷപ്പെടാനുള്ള ഉപാധി എന്ന നിലയിൽ സങ്കല്പിച്ചുകൊണ്ട് ഇടപ്പള്ളി വാക്കുകൾ മീട്ടി പാടാൻ തുടങ്ങി. ഇടപ്പള്ളിയുടെ ദർശനം അദ്ദേഹത്തിൻ്റെ മൃത്യുബോധവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ജീവിതമെന്ന ഭൂമിയുടെ തിന്മ ഇടപ്പള്ളിയെ നിരന്തരമായി പീഡിപ്പിച്ചപ്പോൾ മരണത്തിൻ്റെ സൗന്ദര്യത്തിൽ അദ്ദേഹം അറിയാതെ തന്നെ ആകൃഷ്ടനായി. ഇടപ്പള്ളിക്ക് മാത്രമല്ല, കാൽപ്പനികതയുടെ ആത്മവേദന അനുഭവിച്ച ഒരു കവിക്കും മരണത്തെയും സൗന്ദര്യത്തെയും രണ്ടായി കാണുവാൻ കഴിഞ്ഞിട്ടില്ല. മരണവും സൗന്ദര്യവും സ്നേഹവതികളായ രണ്ടു സഹോദരികളാണെന്ന് ബോദ്ലെയറും യുഗോയും പാടിയത് ഉദാഹരണ സഹിതം മരിയോ പ്രാവ്സ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്രൂരമായ ആനന്ദവും വിഷാദാത്മകമായ മാധുര്യവും സമ്മാനിക്കുന്ന രണ്ട് സഹോദരികളായി ശവമഞ്ചത്തെയും വിവാഹമഞ്ചത്തെയും സങ്കല്പിച്ചുകൊണ്ട് ബോദ്ലെയർ എഴുതിയ രണ്ടു നല്ല സഹോദരികൾ എന്ന കവിത ഇടപ്പള്ളിയുടെ ദർശനം കൂടുതൽ അഗാധമായി മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കും. കാരണം ഇതേ മട്ടിൽ ക്രൂരവും മധുരമായ ഒരു മനോഭാവമാണ് പ്രേമത്തിൻ്റെയും മരണത്തിൻ്റെയും നേരെ അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മരണവും പ്രേമവും ഇടപ്പള്ളിക്ക് നല്ല രണ്ട് സഹോദരികളായിരുന്നു. മരണത്തോട് ബന്ധപ്പെടുമ്പോൾ പ്രേമത്തിന് കൂടുതൽ സൗന്ദര്യം കിട്ടുന്നുവെന്ന് പോലും ഇടപ്പള്ളി വിശ്വസിച്ചിരുന്നു. ഈ വിശ്വാസമായിരിക്കണം മമ പ്രണയ ലളിത തഴയ്ക്കുവാൻ മരണശാഖയിൽ തന്നെ പടരണം എന്ന വരികൾ എഴുതുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ലോകത്തിലെ സുന്ദര സങ്കല്പങ്ങളെ മരണത്തിൽ നിന്ന് മാറ്റി നിർത്തി ചിന്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മരണവും സൗന്ദര്യവും പരസ്പരം ബന്ധപ്പെട്ട സങ്കല്പങ്ങളാകയാൽ മരണത്തെ പ്രാപിക്കാനുള്ള ഇടപ്പള്ളിയുടെ ആഗ്രഹത്തിൽ സൗന്ദര്യത്തെ പ്രാപിക്കാനുള്ള ആഗ്രഹം തന്നെയാണ് അന്തർഭവിച്ചിരിക്കുന്നത്. ജീവിതത്തിൻ്റെ വ്യർത്ഥത മരണത്തെ സ്നേഹിക്കുവാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചു. നിരാശ എന്ന കവിതയിലൂടെ ഈ യാഥാർത്ഥ്യം ഭംഗിയായി കവി ധ്വനിപ്പിക്കുന്നുണ്ട്. താൻ പിന്നിട്ടത് ഒരു മണൽക്കാടും മുന്നിൽ വിദൂരതയിൽ കാണുന്നത് ഭാവിയുടെ ദുരൂഹത സൂചിപ്പിക്കുന്ന മഹാവനവുമാണെന്ന് ഇടപ്പള്ളി വിശ്വസിച്ചു. ദൂരെ കാണുന്ന മഹാവനത്തിലേക്ക് ജീവിതമെന്ന ദുഃഖകാരണവും പേരിക്കൊണ്ടുള്ള വ്യർത്ഥമായ ഈ യാത്ര എത്ര അർത്ഥശൂന്യമാണെന്ന് ചിന്തിച്ചപ്പോൾ മരണത്തിന് ഈ ദുഃഖകാരണം വിറ്റ് സ്വതന്ത്രനാകുന്നതാണ് നല്ലതെന്ന് ഈ കാൽപ്പനികവാദിയായ അന്യന് തോന്നിയിരിക്കണം. വിൽക്കാതിരിപ്പതുമെങ്ങനെ മൃത്യുവിൻ വിൽക്കാശിനായിട്ടെൻ ജീവഭാരം. ഈ ആശയം ശിശിരക്കുളിരുപോലെ ഇടപ്പള്ളിയെ ആശ്വസിപ്പിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയം തുടിച്ചു. സ്വയം മറന്ന് ഇടപ്പള്ളി വീണ്ടും പാടി: മൃത്യോ നിൻ നാമം സ്മരിക്കുമ്പോൾ എന്താണെൻ ചിത്തമിതേറ്റം തുടിച്ചിടുന്നു. ആതങ്ക സിന്ധുവിലാണ്ടുപോയി മീ എനിക്കാലംബം നീയല്ലാതാരുവേറെ. ദുഃഖത്തിൻ്റെ കറുത്ത കനികൾ തിന്നുകഴിയുന്ന മനുഷ്യൻ മരണത്തിൽ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് മരണം എന്ന കവിതയിൽ ഇടപ്പള്ളി ചോദിക്കുന്നുണ്ട്. മരണത്തിൻ്റെ സൗന്ദര്യം കവിയായ ഇടപ്പള്ളിയെ ലഹരി പിടിപ്പിച്ചു. ഈ ഉന്മാദ ലഹരിയാണ് മരണദിനത്തിൻ്റെ മണിമുഴക്കം അദ്ദേഹം കേട്ടത്. മണിമുഴക്കം മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം പട്ടടിയുടെ തീപ്പൊരികൾ സ്വപ്നം കണ്ടിരുന്ന ഇടപ്പള്ളി ആർക്കു വേണ്ടിയാണ് മണിമുഴങ്ങുന്നതെന്ന് ചോദിച്ചില്ല. അത് തനിക്ക് വേണ്ടിയാണ് മുഴങ്ങുന്നതെന്ന് ഒരു കവിയുടെ ആത്മാർത്ഥതയോടെ അദ്ദേഹം വിശ്വസിച്ചു. വരുന്നു ഞാൻ എന്ന വ്യക്തവും സ്വതന്ത്രവുമായ ആത്മസമർപ്പണവാക്യം അതാണ് സൂചിപ്പിക്കുന്നത്. വരുന്നു ഞാൻ എന്ന പേരിൽ വീണ്ടും അദ്ദേഹം ഒരു കവിത എഴുതി. ജീവിതത്തെ ഗ്രന്ഥപാരായണമായി സങ്കല്പിക്കുന്ന ഇടപ്പള്ളിയെ എന്ന മൃത്യുബോധത്തിൻ്റെ കവി ജീവിതം എന്ന ഗ്രന്ഥത്തിൻ്റെ അവസാനം വരെ വായിക്കുവാൻ തനിക്ക് ആഗ്രഹമില്ലെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് വായന നിർത്താനുള്ള ഈ വ്യഗ്രതയിൽ ആത്മഹത്യ ചെയ്യാനുള്ള ഇച്ഛ തന്നെയാണ് കവി പ്രകടിപ്പിക്കുന്നത്. ഈ കവിതയുടെ അവസാനത്തെ വരികളിൽ ഈ ആശയം അദ്ദേഹം ശക്തിയായി ധ്വനിപ്പിക്കുന്നത് നോക്കുക. ഓമനെ വരുന്നു ഞാൻ വായന നിർത്തട്ടെ, ഈ മണിദീപാങ്കുരം ഞാൻ തന്നെ കെടുത്തട്ടെ. ജീവിതമെന്ന അന്യദേശത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വെമ്പൽ സൃഷ്ടിശക്തിയെ വേദനിപ്പിക്കുകയും ഉന്മാദം കൊള്ളിക്കുകയും ചെയ്തപ്പോൾ മരണത്തെ നേരിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഇടപ്പള്ളി ചെയ്തത്. മരണമേ മമ സ്വാഗതം ഭൂവിൽമേല മരണമെന്നാദാശിപ്പതില്ല ഞാൻ. ധരണിയാമിരുൾ കുണ്ടിൽ നിന്നേക്കും ശരണമേകുക ശാശ്വതാനന്ദമേ. സൃഷ്ടിയിലൂടെ നിരന്തരമായി താൻ അന്വേഷിച്ച ശാശ്വതാനന്ദം 1936 ജൂലൈ 4-ാം തീയതി ആത്മഹത്യയിലൂടെ അദ്ദേഹം നേടിയെടുത്തു. ഒരു കാൽപ്പനിക കവി ആത്മനിന്ദയിലൂടെ ക്രൂരമായ സംതൃപ്തി അനുഭവിക്കുകയും തീവ്രമായ ജീവിത വിഷാദത്തിന് അടിമയായി തീരുകയും ചെയ്താൽ അയാൾക്ക് എന്തു സംഭവിക്കുമെന്നുള്ളതിന് തെളിവാണ് ഇടപ്പള്ളിയുടെ ആത്മഹത്യ. ആഴമേറിയ വിഷാദാത്മകതയും ആത്മനിന്ദയും മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുമെന്ന് സ്റ്റെങ്കൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്വയം നിന്ദിക്കുന്നതിൽ സൗന്ദര്യം കണ്ടെത്തുകയും ദുഃഖിതനായിരിക്കുന്നതിൽ നിർവൃതി അനുഭവിക്കുകയും ചെയ്ത ഇടപ്പള്ളിയുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള മനഃശാസ്ത്രപരമായ ഒരു പഠനം രോഗബാധിതമായ ഒരു മനസ്സിനെക്കുറിച്ചുള്ള വിശകലനമായി തീരാവുന്നതാണ്. പക്ഷേ അത്തരമൊരു അന്വേഷണം ഇടപ്പള്ളിയുടെ ആത്മഹത്യയ്ക്കുള്ള തത്വചിന്താപരമായ പരിവേഷം
പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞേക്കാൻ ഇടയുണ്ട്. സൃഷ്ടിയിലൂടെ താൻ പ്രകാശിപ്പിച്ചു കാണിച്ച സ്വകാര്യ വ്യക്തിത്വം സാധാരണ ജീവിതത്തിൽ നിലനിർത്തിയ ഇടപ്പള്ളി ജീവിതം ജീവിക്കാൻ കൊള്ളാവുന്നതാണോ എന്ന തത്വചിന്താപരമായ ചോദ്യം തന്നോട് തന്നെ ചോദിക്കുകയുണ്ടായി. അതിന് കിട്ടിയ ഉത്തരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ. ഒരു കാൽപ്പനിക കവിയെ സംബന്ധിച്ചിടത്തോളം വികാരങ്ങളായിരിക്കും അയാൾക്ക് വഴികാട്ടി. സ്വന്തം അനുഭവങ്ങൾ മാത്രമായിരിക്കും അയാൾക്ക് സത്യം. സൃഷ്ടിയിലൂടെ സ്വന്തം ആത്മാവിനെ പീഡിപ്പിച്ചു രസിച്ച ഇടപ്പള്ളിക്ക് വികാരങ്ങളും സ്വാനുഭവങ്ങളും മാത്രമല്ല, വാക്കുകളും മാർഗദർശനം നൽകി. സൃഷ്ടിയുടെ നിമിഷങ്ങളിൽ താളലയങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടൊഴുകുന്ന വാക്കുകൾ അദ്ദേഹത്തിന് മാധ്യമമല്ല, വഴികാട്ടിയായിരുന്നു. വാക്കുകൾ അദ്ദേഹത്തെ ഉറക്കെ കരയാൻ പ്രേരിപ്പിച്ചു, സകലതും പരിത്യജിക്കാൻ പ്രേരിപ്പിച്ചു, ആത്മനിന്ദയ്ക്ക് പ്രേരിപ്പിച്ചു, സ്വയം നശിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. സൃഷ്ടിയിലൂടെ സ്വയം പീഡിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന സ്വകാര്യ വ്യക്തിത്വം സാധാരണ ജീവിതത്തിലും നിലനിർത്തി എങ്ങനെ സ്വന്തം ജീവിതത്തെ മികച്ചൊരു ട്രാജഡിയായി മാറ്റാമെന്നും വാക്കുകൾ അദ്ദേഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ചുരുക്കത്തിൽ, ഈ വ്യർത്ഥമായ ജീവിതത്തിന് വിരാമമിടണമെന്ന അഗ്നിചിന്ത അദ്ദേഹത്തിൻ്റെ കലയെയും ജീവിതത്തെയും ഒരുപോലെ സ്വാധീനിക്കുകയാണ് ചെയ്തത്. തൻ്റെ ജീവിതം ആരോ തകർത്തു കളഞ്ഞിരിക്കുകയാണെന്നും അതുകൊണ്ട് ഈ ഭഗ്നജീവിതം മരണം കൊണ്ട് മാത്രമേ ഭദ്രമാകുന്നുള്ളൂവെന്നും ഇടപ്പള്ളി വിശ്വസിച്ചു. ആത്മഹത്യയിലൂടെ സർവവും ഭദ്രമാകും എന്ന ഈ വിശ്വാസം സുധ എന്ന ചെറുകഥയിലെ നായികയുടെ ആത്മഹത്യയിലൂടെ ഇടപ്പള്ളി ഭംഗിയായി ന്യായീകരിക്കുന്നുണ്ട്. നോക്കുക, അവൾ തൻ്റെ സാരി അഴിച്ച് ഒരു കുരുക്കുണ്ടാക്കി അവിടെ കിടന്ന ഒരു കരിങ്കല്ലിൽ ഇട്ടുമുറുക്കി. സാരിയുടെ മറ്റേ തുമ്പ് അവളുടെ അരയിൽ ദൃഢമായി ബന്ധിച്ചു. ഒരുവിധം പ്രയാസപ്പെട്ട് ആ കല്ലുരുട്ടി വെള്ളത്തിലാക്കി. അതാ ഒരു കുതി. സർവവും ഭദ്രം. ഈ വർണ്ണനയിൽ ഒരു കാൽപ്പനിക കവിയുടെ തരളഭാവമല്ല, സ്വയം നശിപ്പിക്കാൻ രഹസ്യമായി കൊതിക്കുന്ന ഒരാളുടെ ക്രൂരമായ നിസ്സംഗതയാണ് നിഴലിക്കുന്നത്. കാൽപ്പനിക ശൈലിയുടെ സ്പർശമില്ലാതെ പത്രവാർത്തയുടെ ശൈലിയിൽ രചിച്ച ഈ വർണ്ണനയിൽ സകലതും പെട്ടെന്ന് അവസാനിക്കാനുള്ള ഇടപ്പള്ളിയുടെ സ്വകാര്യ വ്യക്തിത്വത്തിൻ്റെ വ്യഗ്രതയാണ് അന്തർഭവിച്ചിരിക്കുന്നതെന്ന് പാടവമുള്ള മിഴികൾക്ക് കാണാം. സ്വയം നശിപ്പിച്ചതിൻ്റെ പീഡിപ്പിക്കുന്ന സംതൃപ്തി കഥാപാത്രവുമായി പങ്കിട്ടനുഭവിച്ച ഇടപ്പള്ളി ഭാവിയിലെ തൻ്റെ അഭയസങ്കേതം രചനയിലൂടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വചിന്താപരമായ പ്രശ്നം ആത്മഹത്യയാണെന്ന് പ്രഖ്യാപിച്ച കമ്യൂ, എല്ലാ മികച്ച കലാസൃഷ്ടിയുമെന്ന പോലെ ആത്മഹത്യയും ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ നിന്നാണ് ജനിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആത്മഹത്യയെതൻ്റെ സകല കലാസൃഷ്ടിക്കുമുപരിയായി സ്നേഹിച്ച ഇടപ്പള്ളിയുടെ ആത്മഹത്യയെ തത്വചിന്താപരമായ ഒരു പ്രശ്നം എന്ന നിലയിൽ തന്നെയാണ് നോക്കിക്കാണേണ്ടത്. പലരും കരുതുന്ന പോലെ പ്രേമനൈരാശ്യം കൊണ്ടല്ല ഇടപ്പള്ളി സ്വയം നശിപ്പിച്ചത്. അവളപങ്കിലെ ദൂരെയാണെങ്കിലു മരികിലുണ്ടെനിക്കെപ്പോഴും കൂട്ടിനായി, കഠിനകാലം കഥനമൊരൽപ്പ കവിളിണയിൽ കലർത്താതിരിക്കണേ. അവളപങ്കിലെ ദൂരെയാണെങ്കിലു മരികിലുണ്ടെനിക്കെപ്പോഴും കൂട്ടിനായി, കഠിനകാലം കഥനമൊരൽപ്പ കവിളിണയിൽ കലരാതിരിക്കണേ എന്നു മാത്രം പാടുന്ന ഇടപ്പള്ളി പ്രണയവഞ്ചനയെക്കുറിച്ച് ഒരിക്കൽ പോലും സൂചിപ്പിക്കുന്നില്ല. സൃഷ്ടിയുടെ വേളയിൽ സ്വന്തം ഹൃദയത്തിൻ്റെ ചോര പ്രവഹിപ്പിക്കാൻ ശ്രമിച്ച ഇടപ്പള്ളിയുടെ വരികളിൽ അത്തരമൊരു വാക്കുപോലും കാണുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. മരണത്തോട് സ്വാഭാവികമായ ആഭിമുഖ്യമായി ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള ആത്മഹത്യയ്ക്ക് പ്രേമഭംഗം ചെറിയൊരു നിമിത്തമായി തീർന്നിരിക്കാം. പക്ഷേ അങ്ങനെയൊന്നുണ്ടായില്ലെങ്കിൽ തന്നെയും ഇടപ്പള്ളി എന്ന കാൽപ്പനികവാദിയായ അന്യൻ സ്വയം നശിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് ഇടപ്പള്ളിയുടെ ആത്മഹത്യയ്ക്കു സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷ്യമില്ലാതിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. സ്വന്തം ഇച്ഛയുടെ അനുശാസനമല്ലാതെ മറ്റൊന്നും അതിലില്ലായിരുന്നു. ദസ്തവേസ്കിയുടെ ബൂദാപിഷ്ടർ എന്ന നോവലിലെ കിർലോവിൻ്റെ പോലെ തൻ്റെ ഇച്ഛയുടെ പ്രധാന ഘടകം ആത്മഹത്യയാണെന്ന് ഇടപ്പള്ളി വിശ്വസിച്ചു. ഈ ജീവിതത്തിലുള്ള വിശ്വാസമില്ലായ്മ കവിതയിലൂടെ പൂർണ്ണമായും പ്രകാശിപ്പിക്കുവാൻ പ്രയാസമാണെന്നും ആത്മഹത്യയിലൂടെ മാത്രമേ അത് പൂർണ്ണമായും പ്രകടിപ്പിക്കുവാൻ സാധ്യമാകൂ എന്നുമുള്ള ആബോധതലങ്ങളുടെ പ്രേരണയായിരിക്കണം ആത്മഹത്യയെ അദ്ദേഹത്തിൻ്റെ ഇച്ഛയുടെ പ്രധാന ഘടകമാക്കി മാറ്റിയത്. സ്വന്തം കലയെയും ജീവിതത്തെയും ഒരുപോലെ സ്വാധീനിച്ച ഈ ഇച്ഛയാണ് ഇടപ്പള്ളിയുടെ കവിതയ്ക്ക് പീഡിപ്പിക്കുന്ന സൗന്ദര്യവും നൽകിയത്. ജീവിതത്തെ ഒരു അന്യരാജ്യമായി, ദുഃഖകാരണമായി
ഭൂമിയുടെ തിന്മയായി മാത്രം കണ്ടിരുന്ന ഇടപ്പള്ളി സ്വന്തം പീഡനാനുഭവങ്ങളിൽ നിന്ന് സൗന്ദര്യം സൃഷ്ടിച്ചു. അതാണ് ഇടപ്പള്ളി കവിത.